നമ്മളുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ആൻഡ് അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്ലാസ്റ്റിഡ്സ്. ഈ പ്ലാസ്റ്റിഡ്സിനെ നിങ്ങൾ വേറൊരു സ്ഥലത്തൂടെ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് പ്ലാസ്റ്റിഡ്സ് ചില പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചില സെൽ ഓർഗനൽസ് പ്ലാന്റ്സിലും യൂഗ്ലീനയിലും മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മളുടെ പ്ലാസ്റ്റിഡ്സ്. ആൻഡ് ദീസ് പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് ഇൻ യൂഗ്ലിനോയിഡ്സ്. ഓക്കെ, യൂഗ്ലിനോയിഡ്സിലും പ്ലാന്റ് സെൽസിലും മാത്രം കാണുന്ന ആൾക്കാരാണ് പ്ലാസ്റ്റിഡ്സ്. ആൻഡ് ഈ പ്ലാസ്റ്റിഡ്സിൽ അവർക്ക് എന്തുണ്ടാവും? സ്പെസിഫിക് പിഗ്മെൻറ്റ്സ് ഉണ്ടാകും. ഈ പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? അവർക്ക് ഓരോ കളർ കൊടുക്കും. ഓക്കെ, അങ്ങനെ കളർ കൊടുക്കുന്ന ഒരുപാട് പിഗ്മെൻറ്റ്സ് ഉള്ള ഒരു സെൽ ഓർഗനിൽ കൂടിയാണ് നമ്മളുടെ പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, സോ ദേ ബെയർ സം സ്പെസിഫിക് പിഗ്മെൻറ്റ്സ് ദസ് ഇംപാർട്ടിങ് സ്പെസിഫിക് കളർ ടു ദ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഓരോ പിഗ്മെൻറ്റിനനുസരിച്ചായിരിക്കും പ്ലാന്റിന് എന്ത് കിട്ടുന്നത്? ഓരോ കളർ കിട്ടുന്നത്. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സിൻ്റെ ബേസിൽ നമ്മളുടെ പ്ലാസ്റ്റിഡ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിഡ്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് ഏതൊക്കെയാണെന്നറിയാമോ? ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ്. രണ്ടാമത്തേതാണ് ഫെമിലിയർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് ക്രോമോപ്ലാസ്റ്റ്. ദെൻ തേർഡ് വൺ ല്യൂക്കോപ്ലാസ്റ്റ്. ഇങ്ങനെ 3ആയിട്ടാണ് നമ്മളുടെ പ്ലാസ്റ്റിഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, സോ 3ആയിട്ടാണ് ബേസ്ഡ് ഓൺ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദം: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ആൻഡ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം കാണാം, ക്ലോറോപ്ലാസ്റ്റിന് എന്താണ്? നമുക്കറിയാം ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ കളർ ആയിരിക്കും. ആൻഡ് ക്രോമോപ്ലാസ്റ്റിൽ ഒരു റെഡിഷ്, ഒരു യെല്ലോ, ഓറഞ്ച് ഷെയ്ഡ് വരുന്ന കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൽ എന്താണ്? കണ്ടെയ്ൻ ക്ലോറോഫിൽ ആൻഡ് കെറോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ലൈറ്റ്. ലൈറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? അതിനെ കെമിക്കൽ എനർജിയൊക്കെ ആയിട്ട് മാറ്റുന്ന നമ്മളുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന പിഗ്മെൻറ്റ്സ് ആണ് ഇത് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിലുള്ള ആൾക്കാരാണ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഉണ്ടാവുക? നമ്മളുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സും അതുപോലെ കെറാട്ടിനോയിഡ്സും ഉണ്ട്. കെറാട്ടിനോയിഡ്സ്. ഓക്കെ, അടുത്ത ആളാണ് നമ്മളുടെ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ സാന്തോഫിലും കെറോട്ടീൻസും ഉണ്ട്. ഓക്കെ, സാന്തോഫിൽ പിഗ്മെൻറ്റ്സും കെറോട്ടീൻസും ഒക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡൊക്കെ വരുന്നത്. അപ്പം നമ്മളുടെ പഴങ്ങളൊക്കെ പഴുക്കില്ലേ, അപ്പോൾ ആദ്യം അതിനെന്തായിരിക്കും? ഒരു ഗ്രീൻ കളർ ആയിരിക്കും അല്ലേ? അത് മാറി നമ്മളുടെ തക്കാളിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റെഡ് കളർ ആവുന്നത്, അതേപോലെ തന്നെ ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് കളറൊക്കെ ആവാൻ കാരണം നമ്മളുടെ ക്രോമോപ്ലാസ്റ്റ് ആണ്. ഇവർക്കൊരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ, ഓറഞ്ച് കളറൊക്കെയാണ് ഈ പിഗ്മെൻറ്റ്സ് ഒക്കെ കൂടി ചേരുമ്പം ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം? ഇവിടെയാണെങ്കിൽ ഗ്രീൻ കളർ അല്ലേ? ഗ്രീൻ കളറാണ്. ആൻഡ് നമ്മളുടെ ക്രോമോപ്ലാസ്റ്റിലാണെങ്കിൽ ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണ്? കെറോട്ടീൻസ് ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്, വേറെയും കുറച്ച് പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് നമ്മളുടെ എന്ത് കളർ കൊടുക്കുന്നത്? ഒരു യെല്ലോ, ഓറഞ്ച്, റെഡ് മിക്സിങ് കളർ. യെല്ലോ, ഓറഞ്ച്, റെഡിൻ്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും 2 സ്ഥലത്ത് എന്തുണ്ട്? കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെൻറ്റ്സിനെ നമ്മൾ കണ്ടു. പക്ഷേ ല്യൂക്കോപ്ലാസ്റ്റ് കളർ ഇല്ല. കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡാണ് നമ്മളുടെ ല്യൂക്കോപ്ലാസ്റ്റ്. കളർലെസ് പ്ലാസ്റ്റിഡ് ആണ് നമ്മളുടെ ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഫംഗ്ഷൻ? ഇവർ രണ്ടുപേരും കളർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ചില ആൾക്കാർക്ക് ഫോട്ടോസിന്തസിസിൽ റോൾ ഉണ്ട്. പക്ഷേ ഇവർക്ക് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻറ്റും അവരിൽ ഇല്ല. പിന്നെ അവരുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു ഫംഗ്ഷൻ ചെയ്യാത്ത ആൾക്കാരാണോ? അല്ല, ഇവരുടെ ഫംഗ്ഷൻ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ്. ആൻഡ് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ല്യൂക്കോപ്ലാസ്റ്റ് എന്താണ്? പ്ലാസ്റ്റിഡ്സ് എന്ന് ചോദിക്കാറുണ്ട്. കളറുള്ള പിഗ്മെൻറ്റ്സ് ഇല്ല, കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഉള്ള സെൽ ഓർഗനൽസ് ആണ് നമ്മളുടെ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിലും യൂഗ്ലിനോയിഡ്സിലും മാത്രമേ കാണുന്നുള്ളൂ ഇവർ. ആൻഡ് ഇതെന്താണ്? ഇതിൽ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ആണ്. കളർലെസ് ആണ്. അവരുടെ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബേസിൽ അപ്പം എന്ത് ന്യൂട്രിയൻ്റ് ആണ് അവർ സ്റ്റോർ ചെയ്യുന്നത്? അതിൻ്റെ ബേസിൽ നമുക്ക് 3 ടൈപ്പ് ല്യൂക്കോപ്ലാസ്റ്റ് ഉണ്ട്. സോ ല്യൂക്കോപ്ലാസ്റ്റിന് എന്ത് ചെയ്യാം? നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
leucoplast. Leucoplast is then divided into 3. Okay. ഈ 3 എണ്ണം ല്യൂക്കോപ്ലാസ്റ്റും ചോദിക്കാറുണ്ട്, ഇവരുടെ ക്ലാസിഫിക്കേഷനും ചോദിക്കാറുണ്ട്, എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം മിസ് ഇവിടെ ഒരു കാര്യം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിലെന്ത് ന്യൂട്രിയൻ്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ല്യൂക്കോപ്ലാസ്റ്റ് ആണ് എമൈലോപ്ലാസ്റ്റ്. അപ്പോൾ പറഞ്ഞേ മക്കളെ, എമൈലോപ്ലാസ്റ്റിൽ ഏത് ന്യൂട്രിയൻ്റ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെലൈവറി എമൈലേസ്, പാൻക്രിയാറ്റിക് എമൈലേസ്. ഈ എമൈലേസ് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു? എന്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ആയിരുന്നു എമൈലേസ് എന്ന് പറയുന്നത്? ഓർക്കുന്നുണ്ടോ അല്ലേ? ഏതാണ്? ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ് എമൈലേസ്. അപ്പോഴേ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എമൈലോ എന്ന് പറയുന്ന ടേം കാർബോഹൈഡ്രേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ എമൈലോപ്ലാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് വേണം അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അല്ലെങ്കിൽ മേജർ എമൗണ്ടിൽ വേണ്ട ഒരു ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് അല്ലേ? നമ്മൾ ന്യൂട്രിയൻസിൻ്റെ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ് 50% നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ട ന്യൂട്രിയൻ്റ് ഏതാ? കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു മേജർ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീനാണ്. സോ പ്രോട്ടീൻ ആണല്ലോ, പ്രോട്ടീൻ. അപ്പം നിങ്ങൾ നോക്കിക്കേ, എമൈലോപ്ലാസ്റ്റ് ഒരു എ ആണ് അല്ലേ? എമൈലോ എ ആണ്. സോ അവിടെ സ്റ്റോർ ചെയ്ത് കാർബോഹൈഡ്രേറ്റ്. ആൻഡ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ പ്രോട്ടീനാണ്. അപ്പം അതും എഗെയിൻ എന്തായിരിക്കും? ഒരു എ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എല്യൂറോപ്ലാസ്റ്റ്. അതല്ലാതെ നമുക്കിതിനെ കണക്ട് ചെയ്യാൻ ഈ എന്താണ് മെത്തേഡ്സ് ഉണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്യൂറോൺ ലെയർ. എല്യൂറോൺ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ ലെയർ എന്നാണ് മീനിങ്. സോ എല്യൂറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോട്ടീനാണ്. സോ എല്യൂറോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് പ്രോട്ടീനാണ്. ദെൻ ലാസ്റ്റ് വൺ ആയിട്ടുള്ള നമ്മളുടെ ന്യൂട്രിയൻ്റ് ആണ് ഇലിയോപ്ലാസ്റ്റ്. ഇലിയോപ്ലാസ്റ്റ്. സോ ഇലിയോപ്ലാസ്റ്റിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ഇലിയോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്ന നമ്മളുടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ഫാറ്റും ലിപ്പിഡ്സും. ഫാറ്റ് ആൻഡ് ലിപ്പിഡ്സ് ഒക്കെയാണ് നമ്മളുടെ ഇലിയോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് മേജർ എമൗണ്ടിൽ വേണ്ടത്. പക്ഷേ അതിനേക്കാളും നമുക്കിത് ഓർക്കാൻ എളുപ്പം എങ്ങനെയാണ്? എമൈലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ദെൻ എല്യൂറോൺ രണ്ടാമത്തെ എ അല്ലേ? നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. സോ അടുത്ത എ ഏതായിരിക്കും? പ്രോട്ടീൻ ആണ്. എല്യൂറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യും, ഫാറ്റും ലിപ്പിഡും നമ്മളുടെ ഇലിയോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആകും. നോക്കിക്കേ, മാച്ച് ദ ഫോളോയിങ്. ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചതാണ്. 2022 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചതാണ്. ക്ലോറോപ്ലാസ്റ്റ്, എമൈലോപ്ലാസ്റ്റ്, ഇലിയോപ്ലാസ്റ്റ് ആൻഡ് ക്രോമോപ്ലാസ്റ്റ്. ഓക്കെ, ഇതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്താ? ക്ലോറോപ്ലാസ്റ്റിൽ എന്തായാലും എന്താണ്? ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് അല്ലെ? ഫോട്ടോസിന്തസിസ് നടത്താൻ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ്. എമൈലേസ് എന്തായിരുന്നു? കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ എമൈലോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ഏതാ? പ്രോട്ടീനാണ്. സോ അടുത്തൊരു എ വരുന്നത് ഏതാണ്? എല്യൂറോപ്ലാസ്റ്റ്. എല്യൂറോപ്ലാസ്റ്റ് ആണ് പ്രോട്ടീൻ. പക്ഷേ നമ്മളുടെ നിർഭാഗ്യവശാൽ പ്രോട്ടീൻ ഇവിടെ ഇല്ല. ദെൻ ഇലിയോപ്ലാസ്റ്റ് ഇ അല്ലേ? എ ആണ് പ്രോട്ടീൻ, ഇ എന്താണ്? ഫാറ്റും ലിപ്പിഡ്സും ആണ്. ദെൻ ക്രോമോപ്ലാസ്റ്റ് കണ്ടെയ്ൻ കെറോട്ടിനോയിഡ്സ്. ഓക്കെ, സോ നമ്മളിത് മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുമായിട്ട് എല്ലാ എക്സാമിനും ഇടവിട്ട് ഈ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്ലാസ്റ്റിഡ്സ് എന്താണെന്ന് അറിയാം. ആൻഡ് അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ.